ഹലോ. അപ്പം നമ്മുടെ ഡേ 2 ഓഫ് സ്വപ്നം. ബിഫോർ സ്റ്റാർട്ടിങ് സ്വപ്നം എനിക്ക് 2 കാര്യം പറയാനുണ്ട്. ഒന്ന്, എൻ്റെ അമ്മ ടീച്ചറായിരുന്നു. 2, ലീവ് കിട്ടുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഞാൻ ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിൽ അമ്മ എന്നോട് ചെറിയ ചെറിയ ക്ലീനിങ് ഡ്യൂട്ടീസ് തരാറുണ്ട്, വളരെ ചെറുത്. അല്ലെങ്കിൽ അമ്മ എന്നോട് ഇന്ന കാര്യം അമ്മ തിരിച്ചു വരുമ്പോഴേക്കും പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം, അമ്മ പറഞ്ഞിട്ട് പോകാറുണ്ട്. പിന്നെ എനിക്ക് ലീവുള്ള ദിവസങ്ങളിലാണ് അമ്മയുടെ സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നുണ്ടെങ്കിൽ എന്നെയും കൊണ്ടുപോകാറുണ്ട്. ലീവില്ലെങ്കിലും ഞാനായിട്ട് ലീവ് എടുത്തിട്ടും പോകാറുണ്ട്. ഓക്കെ, കമ്മിങ് ബാക്ക് ടു സ്വപ്നം. ഞാൻ എൻ്റെ വീടിൻ്റെ മുകളിലത്തെ നിലയിലാണ്. അപ്പം അന്ന് എന്നോട് ഓൾറെഡി ഇങ്ങനെ ചെറിയ പരിപാടികളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇട്ടിട്ട് ഞാൻ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഞാൻ നല്ല രീതിയിൽ മേശൊക്കെ ഇങ്ങനെ തുടയ്ക്കുന്ന എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ക്ലീനിങ്ങിനാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഉച്ചയ്ക്ക് ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ഭയങ്കര വെളിച്ചം, അതായത് സൂര്യപ്രകാശം അങ്ങ് അടിച്ച് കയറുകയാണ് വീട്ടിലേക്ക്. ഓക്കെ, അപ്പം എൻ്റെ ഒരു മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ല അടിപൊളിയായിട്ട് വീടൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അമ്മ വൈകുന്നേരം വരുമ്പോൾ ഞങ്ങൾ പണ്ട് ഹാളിൽ പായൊക്കെ വിരിച്ച് തലവണയിട്ട് ടി വി കാണുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഓക്കെ ഇന്ന് വൈകുന്നേരം അമ്മ വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാം. എന്നിട്ട് അമ്മ വൈകുന്നേരം വന്നു, ഞാനും അമ്മയും കൂടി ഇങ്ങനെ കിടന്ന് ടി വി കാണുക. ടി വി കാണുമ്പോൾ ടി വി കാണുന്നൊരു വീഡിയോ, ഞാനും അമ്മയുടെ സ്കൂളിൽ നിന്ന് കുട്ടികളുടെ കൂടെ ഞങ്ങൾ സ്ഥലത്തേക്ക് ട്രിപ്പ് പോവാണ്. അത് സൂവിലേക്കാണ് പോകുന്നത്. പക്ഷേ ഈ പോകുന്ന വഴി ഇസ് എ നാരോ റോഡ്, ഭയങ്കര നാരോ ആണ്. ഒരാൾക്ക് അല്ലെങ്കിൽ 2 പേർക്ക് അറ്റ് എ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ, പക്ഷെ വണ്ടികൾക്ക് പോകാം. അതാണ് അതിൽ പ്ലസ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കുട്ടികൾ പിന്നെ ഒരു ടീച്ചർ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ആ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് മുസ്ലിംസ് ആണ് എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ. കാരണം ഞാൻ കാണുന്ന എല്ലാവരും തട്ടം ഇട്ടിട്ടാണ് നടക്കുന്നത്. അല്ലേ, നൈറ്റ് വിത്ത് തട്ടം, ഇതായിരുന്നു ഇവരുടെ കോസ്റ്റ്യൂം. അവരെ കാണാൻ തന്നെ നല്ല രസമായിരുന്നു. എല്ലാവരും ചിരിച്ചിട്ടാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നുള്ളൊരു കാര്യം, കുട്ടികൾ നമ്മളിങ്ങനെ ഒരു സൈഡിൽ കൂടെ നടക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക് നമ്മളെ കാണാൻ പറ്റില്ല. അവർക്ക് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്ലാപ്പ് ചെയ്യണം. ക്ലാപ്പ് ചെയ്താൽ മാത്രമേ അവർക്ക് മനസ്സിലാവുള്ളൂ ഈ റോട്ടിൽ ആൾക്കാരുണ്ടെന്നും. സോ ദേ ഹാവ് ടു ടേക്ക് കെയർ ഓഫ്, അതായത് സേഫ്റ്റി എന്നുള്ളൊരു രീതിക്ക്. അപ്പം ഇങ്ങനെ ടീച്ചേഴ്സ് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാം, നമ്മൾ വണ്ടി കണ്ടു കഴിഞ്ഞാൽ അപ്പം എല്ലാവരും 4 പ്രാവശ്യം, ഐ തിങ്ക് 5 പ്രാവശ്യം ക്ലാപ്പ് ചെയ്യണം. ക്ലാപ്പ് ചെയ്താൽ മാത്രമേ വണ്ടി നിൽക്കുള്ളൂ. ഇങ്ങനെ ഒരു വണ്ടി ഒരു വണ്ടിയല്ല, 2-3 വണ്ടി ഒരുമിച്ച് വരുന്നു. ആൻഡ് ഈ വരുന്ന വണ്ടികളെല്ലാം തന്നെ ജീപ്പാണ്. വേറൊരു വണ്ടി ഞാനവിടെ കണ്ടില്ല, കാറൊന്നും കണ്ടില്ല, എല്ലാം ജീപ്പായിരുന്നു. ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് വണ്ടി കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിൽ നമ്മളിങ്ങനെ നിൽക്കുക. ഒരു 5 വട്ടം അടുപ്പിച്ച് ക്ലാപ്പ് ചെയ്യുന്നു. അങ്ങനെ എൻ്റെ ഉറക്കം അവിടെ തീർന്നു. ക്ലാപ്പോട് കൂടി എൻ്റെ ഉറക്കം തീർന്നു. ഞാൻ എഴുന്നേറ്റു. അപ്പോൾ ബൈ.